ആദ്യം ഞങ്ങൾ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി കോഴ്സ് ചെയ്തതാണ്. കാര്യം സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയിലെ പോരായ്മകൾ ഞങ്ങൾ ഒത്തിരി ചൂണ്ടിക്കാണും. കാരണം തെറ്റായ രീതിയിലാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അതനുസരിച്ച് സർക്കാർ അത് ആദ്യത്തെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി മൊത്തം വിഡ്രോ ചെയ്തു. എന്നിട്ട് 0യിൽ നിന്ന് അവർ വീണ്ടും തുടങ്ങി. ഇപ്പം ആ വിധി ഇപ്പം വീണ്ടും ഹൈക്കോടതി റദ്ദ് ചെയ്തേക്കാണ്, ആ വിജ്ഞാപനം. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ബെയർ മിനിമം എന്നൊരു കാര്യമുണ്ട്. ആ ബെയർ മിനിമത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ബെയർ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു വലിയ പദ്ധതി വരുമ്പോൾ മിനിമം സ്ഥലം എടുക്കുക, കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കായിരിക്കും മിനിമം സ്ഥലം എടുക്കുക. അതിവിടെ പാലിച്ചിട്ടില്ല. കാര്യം 2570 ഏക്കറും സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയാണ് കൈക്കൊണ്ടത്. അത് ഹൈക്കോടതി ചോദിച്ചു, ബെയർ മിനിമം എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു? അപ്പം സർക്കാരിന് മറുപടിയില്ല. അപ്പോൾ അവർ സർക്കാർ പറയുക വികസനത്തിന് വേണ്ടി, ഭാവി വികസനത്തിന് വേണ്ടിയാണ്. ഈ ഭാവി വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാലും അവരുടെ പ്ലാനോ പദ്ധതികളോ അവർക്കില്ല. എസ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവർ നടത്തിയത്? എസ്റ്റേറ്റിന്റെ പുറത്ത് മാത്രമേ നടപടിക്രമങ്ങൾ നടക്കുന്നുള്ളൂ, എസ്റ്റേറ്റിന്റെ അകത്ത് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉടമസ്ഥാവകാശ തർക്കം പാലാ കോടതിയിൽ കേസ് നമ്പർ OS 72 ആണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുക. അത് അടുത്ത വർഷത്തേക്ക് അതിൻ്റെ ഹിയറിംഗ് നീട്ടി വെച്ചിരിക്കുക. അപ്പം ഞങ്ങൾ അന്നും ഇന്നും ചോദിക്കുന്നത്, ചെറുവള്ളി എസ്റ്റേറ്റ് ഇല്ലാതെ എങ്ങനെ എയർപോർട്ട് പണിയാൻ പറ്റും? അപ്പം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ? ഞങ്ങൾക്കൊരു ലോൺ എടുക്കാനോ പണയം വെക്കാനോ സ്ഥലം വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. സാധാരണ ഒരു 350 വീട്ടുകാർ ഇത് ദുരിതം അനുഭവിക്കുക. ഇത് ആൾക്കാർ നോക്കുമ്പോൾ ഇത് ഭയങ്കര വികസന വിരോധികളെന്ന് പറയും. പക്ഷേ ഞങ്ങൾ വികസന വിരോധികളല്ല. ശരിയായ രീതിയിൽ ഇതിനെ സമീപിക്കും, പഠിച്ചിട്ട് ശരിയായ രീതിയിൽ സമീപിക്കും. എല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. സർക്കാർ ഹിയറിംഗിലൊക്കെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങൾ എരുമേലിയിൽ നടന്ന ഹിയറിംഗിലും ഏകദേശം 4 ഹിയറിംഗ്, എരുമേലി 2 ഹിയറിംഗും മുക്കട 2 ഹിയറിംഗും ഞങ്ങൾ റിപ്പോർട്ട് സഹിതം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതുപോലെ പശ്ചിമഘട്ടം ആണിത്. ഈ നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ വന്നാൽ അറിയാൻ പറ്റും, കാര്യത്തോട് ഭാഗങ്ങളിൽ വരണം. 34 തൊട്ട് 170 പൊക്കമുള്ള കെട്ടിടങ്ങൾ പൊക്കത്തിൽ മണ്ണിട്ട് ലെവൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭൂമി ലെവലാകത്തുള്ളൂ, റൺവേ പണിയത്തുള്ളൂ. അതുപോലെ കാര്യത്തോട് തോട് കഴിഞ്ഞു വേണം റൺവേ വരുന്നത്. മനസ്സിലായല്ലോ? മണ്ണിട്ട് നികത്തേണ്ടി വരും. അപ്പം ഈ കാര്യത്തോട് തോടെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒത്തിരി നീരുറവുകൾ ചെറുകിട എസ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പം അതും വെള്ളത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇന്നത്തെ കാലത്ത് വെള്ളം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അങ്ങനെയുള്ള നീരുറവുകൾ നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമം വരും. ചെറുകിട എസ്റ്റേറ്റിനകത്ത് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരത്തില്ല.